എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു തുഷാരാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേറ്റുപുളി അല്ലെങ്കിൽ പുളിങ്കറിയുടെ റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പേറ്റുപുളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ പേര് വരാൻ കാരണം സ്ത്രീകൾക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലും ഡെലിവറി കഴിഞ്ഞുള്ള ടൈമിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കുടംപുളി വെച്ചാൽ ഇത് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു 3 വലിയ കഷ്ണം കുടംപുളി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്ത് വെച്ചത്, 12 അല്ലി വെളുത്തുള്ളി, 12 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതിലേക്ക് കടുക് വറുക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി. ഇതിൻ്റെ അളവ് ഞാൻ പൊടി ഇടുന്ന സമയത്ത് പറയാം. ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിലേക്ക് മൺചട്ടിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ചട്ടി വെച്ചു. ചട്ടി ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ സാധാരണയായി ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വരണം. വഴണ്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്ത് അതും കൂടി ചേർത്ത് വേണം അരയ്ക്കാൻ. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. സെയിം മൺചട്ടിയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. ഇത് കുറുകിയിരിക്കുന്നൊരു കറി, അപ്പം വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കാം. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും.
നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക.